ഞാനിത് എവിടെയും അവരെ എടുത്തുനിന്ന് എനിക്ക് ഭീഷണിയുണ്ട് എന്ന് ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ആദ്യത്തെ കാര്യം. പിന്നെ 2008 എൻ്റെ കല്യാണം കഴിയുന്നത്. 2008 ഞാനിവിടെ വരുന്നതും ഇന്നാണ് 2007 ഈ ലോൺ എടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അച്ഛൻ്റെ കത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അച്ഛൻ്റെ കത്തിൽ അച്ഛൻ വ്യക്തമായിട്ട് എഴുതിയ കാര്യങ്ങൾ ഞാൻ ഇവരെ ഓർമ്മിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം അവർ അന്നപ്പോൾ അച്ഛൻ്റെ കത്ത് കള്ളമെന്നാണ് അവർ പറയുന്നത്. ഇതിലിപ്പോൾ A.P. അനിൽകുമാറും അതേപോലെ തന്നെ P. സിദ്ദിഖും ഇടപെട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നടപടികളിലേക്കൊന്നും പോകരുത്, പാർട്ടി അതിൻ്റെ കാര്യം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ പാർട്ടിയുടെ ഒരു ഉറപ്പ് ഞങ്ങൾ കാഴ്ചയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി തന്നെയാണല്ലോ ഇത് ഇടപെട്ട് നിൽക്കുന്നത്. പാർട്ടി ഇടപെട്ട് നിൽക്കുന്നത് ഇവർ ഘട്ടം ഘട്ടമായിട്ട് അത് എടുത്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇപ്പുറത്ത് ഭീമമായിട്ടുള്ളൊരു തുക ഇരിക്കുകയാണ്. ഈ പട്ടയം കിട്ടിയതിന് ശേഷം ഈ പ്രോപ്പർട്ടി വിറ്റ് സ്വന്തം ബാധ്യതകൾ ഞങ്ങൾ തന്നെ തീർക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് വേഗം എടുത്തു തരണമെന്ന് പറയുന്നത്. പിന്നെ ജൂൺ 30 അവരെന്തിന് ഡേറ്റ് തന്നു? ഒരു ചോദ്യമല്ലേ. ജൂൺ 30 എന്നുള്ള ഡേറ്റ് ഞാനല്ലല്ലോ പറഞ്ഞത്. ഇന്റർനാഷണൽ കോൺഗ്രസ് തന്ന ഉറപ്പാണ് ജൂൺ 30 തീർത്തു തരാമെന്നും പറഞ്ഞ് എഗ്രിമെന്റ് എഴുതിയത് അവരാണ്. ഏത് വർഷം ബിസിനസ് ലോൺ എടുത്തു എന്നാണ് അവർ പറയുന്നത്? 2007 ഞാൻ 2008 ആ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ബിസിനസ് ലോണുമായിട്ട് അച്ഛൻ ആ സമയത്തൊന്നും ഒരു ബിസിനസ് നടത്തുന്ന ആളെ ആയിരുന്നില്ല. 2013-14 കാലഘട്ടങ്ങളിൽ അച്ഛൻ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് IOBയിൽ ഓടിയെടുത്തിട്ടാണ് അച്ഛൻ തുടങ്ങിയത്. അത് ആ സമയത്തൊന്നും അച്ഛനൊരു ബിസിനസ് നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ ബിസിനസ് ലോൺ എന്നിവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാങ്ക് പറയുന്നത് ജൻ ഔഷധിക്ക് വേണ്ടിയിട്ട് 2007 10 ലക്ഷം എടുത്തു. നിങ്ങൾ ഇന്ന് അന്വേഷിക്കുക, ഞാൻ അതിന്റെ പ്രൂഫ് ഇന്ന് നിങ്ങൾക്ക് തരാം. IOB ബാങ്കിൽ 10 ലക്ഷത്തിന്റെ ഓടി എടുത്തിട്ടാണ് ജൻ ഔഷധി തുടങ്ങിയിരിക്കുന്നത്. അതിൽ അർബൻ ബാങ്ക് എന്ന് പറഞ്ഞ സാധനം എവിടെയാണ് വരുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇന്ന് തെളിവ് തരാലോ. അതെ, ബാങ്ക് പറയുന്നത് ഒന്ന് ജൻ ഔഷധി, അതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ്, ഇതിനു വേണ്ടിയിട്ടുള്ള ബിസിനസ് വായ്പയാണ് അവർ എടുത്തതെന്നാണ്. ഇതിന്റെ രണ്ടിന്റെയും പ്രൂഫ് ഞാൻ തരാം. രണ്ടും IOB ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. ഓടി എടുത്ത് തുടങ്ങിയതാണ്. 2019 ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. 2019 ഒരു ലോണും എടുക്കാതെയാണ് ഞാൻ തുടങ്ങിയത്. 2019 ശേഷം കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ ലോൺ എടുത്തു. അത് എൻ്റെ പേരിൽ ഞാൻ IOB ബാങ്കിൽ മുദ്രാ ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ അച്ഛൻ ജൻ ഔഷധി തുടങ്ങിയതും വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന IOB ബാങ്കിൽ തന്നെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അതിനകത്തൊന്നും അർബൻ ബാങ്ക് എങ്ങനെ വരുന്നു? ഇപ്പോഴും ഒരു പിന്നെ ഇത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിയമ നടപടിയായിട്ട് അവർ ഒറ്റ വാക്ക് എനിക്ക് തന്നാൽ മതി. ഞാൻ ഇന്നലെ അവരോട് അവരുടെ പ്രതിനിധിയെ സംസാരിച്ച സംശാദ് മരക്കാരോട് ചോദിച്ചതുപോലെ ഇപ്പോഴും അവരെന്താ വിചാരിക്കുന്നത്? അത് കോൺഗ്രസിൻ്റെ ഔദാര്യമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോഴും അച്ഛൻ അത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനാണ്, ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ട് തടിയൂരാനാണ് ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇതെല്ലാം കൂടി ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് വന്നു? ഇത്രയും ദിവസം അവർ വിളിക്കാത്തൊരു യോഗം ഇന്ന് വിളിക്കുകയും അനിൽകുമാറും സിദ്ദീഖും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവർ വീട് ഞങ്ങൾക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ ജൂൺ 30 ഡേറ്റ് കഴിഞ്ഞു. 8ാം മാസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ മാത്രമാണ് ഇതിനകത്തൊരു നീക്കുപോക്കില്ലാതെ ഞങ്ങൾ വീണ്ടും ഇവരെ സമീപിക്കുന്നത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അടുത്ത നീക്കം? പ്രത്യേകിച്ച് CPM ഒക്കെ ഇടപെട്ട് സഹായിക്കാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഈ 2 MLA നൽകിയ ഉറപ്പുകൾ നിൽക്കുന്നു. എന്താണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം? ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ വീടും പണയം വെച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അവർ ഞങ്ങളെടുത്ത് പറയട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം ഇവർ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളോട് അവർ പറയട്ടെ, കത്ത് വ്യാജമാണെന്ന് അവർ പറയട്ടെ, എന്നാൽ ഞാൻ സമ്മതിക്കാം. അല്ലാതെ ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നതിന്റെ മുന്നേ എഴുതി വെച്ച കത്ത് വ്യാജമാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഇവർക്ക് നാണമില്ലേ? ഈ CPIM സഹായിക്കാൻ നേരിട്ടുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സഹായം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, നേരിട്ടിട്ട് CPMന്റെ ആരും എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. എന്നോടോ എൻ്റെ ഭർത്താവിനോട് ഇതിനെപ്പറ്റി ആരും നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളെ കണ്ടുപോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതിനെപ്പറ്റിയൊന്നും ആരും ഇതുവരെ, മാധ്യമങ്ങൾ കൂടിയാണ് ഞാനും ഇത് അറിയുന്നത്. കുടുംബം ആവശ്യപ്പെട്ടാൽ എന്നുള്ള രീതിയിലാണ് ഇന്നലെ MP ജയരാജനും പറഞ്ഞത്. ഒപ്പം തന്നെ മുൻപ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? അന്ന് ഗോവിന്ദൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടാണല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞ സമയത്ത് ഇവരെന്താ പറഞ്ഞത്? NM വിജയന്റെ കുടുംബത്തിന് വേറൊരു പാർട്ടിയുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞവർ ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ മാറ്റി? അവരാദ്യം പറയട്ടെ, ഞങ്ങളെ കൊണ്ട് NM വിജയന്റെ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റില്ല എന്ന് അവർ തീർത്ത് പറയട്ടെ. ഏതായാലും ഇപ്പോൾ CPM-ആയിട്ട് അങ്ങനെ ആ രൂപത്തിലുള്ള സഹായത്തിന്റെ ആവശ്യം നോക്കുന്നില്ല എന്നല്ല, ഞങ്ങളോട് നേരിട്ട് ആരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഈ മാധ്യമങ്ങൾ കൂടെ ഞാനും ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളോട് ആരും ഇതിനെപ്പറ്റി നേരിട്ട് സംസാരിച്ചിട്ടില്ല. അതിനെപ്പറ്റി അത് ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ ഒരു പാർട്ടി ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ്.
ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത് ഞങ്ങളുടെ ഒരു ഇതിനകത്ത് പ്രവർത്തിച്ചതൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടി ഞങ്ങളെ കൈയൊഴിഞ്ഞതുകൊണ്ടാണല്ലോ വേറൊരു ആൾക്കാർ ഞങ്ങളടുത്ത് ഒരു മനുഷ്യത്വപരമായിട്ടാണല്ലോ അവർ പെരുമാറുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ തോൽവിയല്ലേ ഇത്? ഈ സൈബർ ആക്രമണം എന്നുള്ള തരത്തിൽ അതെ, ഈ സൈബർ ആക്രമണം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് എനിക്ക് ഉണ്ടാവുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ ഡിസംബർ മുതൽ അവർ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് ഈ മാധ്യമങ്ങൾ കൂടെയും സോഷ്യൽ മീഡിയയിലും എന്തിനാണ് ഒരു സ്ത്രീയായ എന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ ലീഗൽ ആക്ഷന് പോവുകയാണ്.